ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രജേതസ്സുകളുടെ ചരിതത്തെക്കുറിച്ചറിഞ്ഞാലോ? പൃഥു മഹാരാജാവിൻ്റെ പുത്രന്മാരിൽ ജ്യേഷ്ഠനായിരുന്നു വിജിതാശ്വൻ. അദ്ദേഹത്തിന് നഭസ്വതിയിൽ ഹവിർധാനൻ എന്ന പുത്രനാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ബർഹിഷത്ത്. അദ്ദേഹം ഒന്നിനു പിറകെ ഒന്നായി ഭൂമി മുഴുവനും യജ്ഞവാടമാക്കിക്കൊണ്ടിരിക്കെ കിഴക്കോട്ടഗ്രമായ ദർഭപ്പുല്ലുകൾ കൊണ്ട് ഭൂമി മുഴുവൻ മൂടപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന പേര് ലഭിക്കേണ്ടായി. പ്രാചീന ബർഹിസിന് സമുദ്രപുത്രിയും ബ്രഹ്മാവിനാൽ പറയപ്പെട്ടവളും അതിസുന്ദരിയുമായ ശതദ്രുതിയെ വിവാഹം ചെയ്തിട്ട് അവളിൽ ഒരേ പേരുള്ളവരും ഒരേ വ്രതത്തോടു കൂടിയവരുമായ പ്രജേതസ്സുകൾ എന്ന 10 പുത്രന്മാരെയാണ് ലഭിച്ചത്. അവർ പിതാവിനാൽ പ്രജാസൃഷ്ടിയിൽ നിയുക്തരായിട്ട് തപസ്സിനായിക്കൊണ്ട് പശ്ചിമ സമുദ്ര തീരത്തെ പിന്നീട് പ്രാപിക്കുകയും അവിടെ കണ്ടെത്തിയ ഒരു ശ്രേഷ്ഠമായ സരസിലെ ജലാന്തർഭാഗത്ത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് തപസ് അനുഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തുള്ള വടക്കേച്ചിറ എന്നറിയപ്പെടുന്ന ജലാശയമായിരുന്നു ആ സരസ് എന്നാണ് ഐതിഹ്യം പറയുന്നത്. നാരായണ ഭട്ടതിരി തൻ്റെ സ്തോത്രമായ ശ്രീമൻ നാരായണീയത്തിൽ 19-ാം ദശകത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൽ തഥാഭവത്തീർത്ഥമിതം സമാഗതോ എന്ന് പ്രയോഗിച്ചത് ഈ ഐതിഹ്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. പ്രജേതസ്സുകൾ ആ സരസിൻ്റെ തീരത്ത് വെച്ച് ഭഗവാൻ ശ്രീ പരമേശ്വരനെ കണ്ടുമുട്ടുകയും മഹാദേവൻ അവർക്കായി രുദ്രഗീതം എന്ന പേരിൽ പ്രസിദ്ധമായതും ശ്രേഷ്ഠമായതുമായ ഭഗവത് സ്തോത്രം ഉപദേശിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. ആ ഭഗവത് സ്തോത്രം ഭക്തി പുരസ്സരം ഉരുവിട്ടുകൊണ്ട് പ്രജേതസ്സുകൾ ആ സരസിൻ്റെ അന്തർഭാഗത്ത് 10,000 വർഷക്കാലം തപസ്സനുഷ്ഠിക്കേണ്ടായി. അവരുടെ ആ തപസ്സുകൊണ്ട് പ്രസന്നനായ ഭഗവാൻ ശുദ്ധസത്വാത്മകമായ സ്വരൂപത്തോടുകൂടി അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. സർവാഭരണ വിഭൂഷിതനായി 8 തൃക്കൈകളിൽ ശംഖം, ചക്രം, ഗദ, പത്മം, ധനുസ്, ബാണം, ഖഡ്ഗം, ചർമ്മം എന്നിവയോടുകൂടി ഗരുഡൻ്റെ ചുമലിൽ കയറി പ്രജേതസ്സുകളുടെ പുരോഭാഗത്ത് പ്രത്യക്ഷീഭവിച്ച ഭഗവാൻ അവരോട് അരുളി ചെയ്തു: ഹേ രാജകുമാരന്മാരെ, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നിങ്ങളുടെ ഈ തപസ്സിൽ നിങ്ങൾക്കിഷ്ടമുള്ള വരങ്ങൾ വരിച്ചാലും ചോദിച്ചാലും സന്ധ്യാവേളകളിൽ നിങ്ങളെ സ്മരിക്കുന്നവർക്ക് സർവമംഗളങ്ങളും വന്നു ചേരും. യാതൊരുവർ രുദ്രഗീതത്താൽ എന്നെ കീർത്തിക്കുന്നുവോ അവർക്ക് ഞാൻ സർവാഭീഷ്ടങ്ങളും നൽകുന്നതാണ്. നിങ്ങൾ പിതാവിൻ്റെ ആജ്ഞയെ സ്വീകരിച്ചതിനാൽ നിങ്ങളുടെ കീർത്തി ലോകങ്ങളിൽ എങ്ങും തന്നെ വ്യാപിക്കും. നിങ്ങൾക്ക് മഹാനായൊരു പുത്രൻ ജനിക്കും. ആ പുത്രൻ തൻ്റെ സന്താന പരമ്പരയാൽ ത്രൈലോക്യത്തെ മുഴുവൻ നിറയ്ക്കും. കുണ്ടു എന്ന മഹർഷിക്ക് പ്രമ്ലോച്ച എന്ന അപ്സരസിൽ ജനിച്ചവളും അവളാൽ ഉപേക്ഷിക്കപ്പെട്ട് വൃക്ഷദേവതകളാൽ എടുത്ത് വളർത്തപ്പെട്ടവളുമായൊരു കന്യകയുണ്ട്. വനസ്പതികളുടെ രാജാവായ സോമൻ വിശന്ന് നിലവിളിക്കുന്ന അവളുടെ വായിൽ അമൃത് വർഷിക്കുന്ന തൻ്റെ ചൂണ്ടാണി വിരൽ ദയാധിക്യം നിമിത്തം വെച്ചു കൊടുക്കേണ്ടായി. നിങ്ങൾ മാരീഷ എന്ന പേരായ ആ കന്യകയെ വിവാഹം കഴിക്കുക. ഒരേ നാമവും രൂപവും ധർമ്മവും ഉള്ള നിങ്ങൾക്ക് ഏവർക്കും ആ സുന്ദരി പത്നിയായിരിക്കട്ടെ. എൻ്റെ അനുഗ്രഹം ഹേതുവായിട്ട് നിങ്ങൾ അനേകായിരം വർഷം ഇഹത്തിലും പരത്തിലും ഭോഗങ്ങൾ അനുഭവിക്കും. ഇപ്രകാരം അനുഗ്രഹം ചൊരിഞ്ഞ ഭഗവാനെ പ്രജേതസ്സുകൾ ബദ്ധാഞ്ജലികളായി സ്തുതിക്കേണ്ടായി. അനന്തരം ഭഗവാൻ അവരുടെ മുൻപിൽ വെച്ച് തന്നെ അന്തർധാനം ചെയ്തു. അങ്ങനെ ജലത്തിൽ നിന്നും പുറത്തേക്ക് വന്ന പ്രജേതസ്സുകൾ ആകാശം മറയ്ക്കുന്ന വൃക്ഷങ്ങളാൽ ഭൂമി മുഴുവനും മറയ്ക്കപ്പെട്ടതായി കണ്ട് കുപിതരായിട്ട് തങ്ങളുടെ മുഖത്തു നിന്നും ഉത്ഭവിച്ച അഗ്നിയാലും വായുവിനാലും ആ വൃക്ഷങ്ങളെ ഭസ്മീകരിക്കുവാൻ തുടങ്ങി. വൃക്ഷങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ട് ബ്രഹ്മാവ് പ്രജേതസ്സുകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും അവരെ ശാന്തരാക്കുകയും ചെയ്തു. അവശേഷിച്ച വൃക്ഷങ്ങൾ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശാനുസരണം തങ്ങളുടെ പുത്രിയെ പ്രജേതസ്സുകൾക്കായി സമർപ്പിച്ചു. അങ്ങനെ പ്രജേതസ്സുകൾ അവളെ വിവാഹം കഴിച്ചു. ബ്രഹ്മപുത്രനായിരുന്ന ദക്ഷൻ ശ്രീ പരമേശ്വരനെ നിന്ദിച്ച ദോഷം നിമിത്തം ആ ജന്മം വിടുകയും പ്രജേതസ്സുകളുടെ പുത്രനായി ചാക്ഷുര മന്വന്തരത്തിൽ ദക്ഷൻ എന്ന പേരോടുകൂടി തന്നെ മാരിഷയിൽ ജനിക്കുകയും ചെയ്തു. വീണ്ടും ആ ദക്ഷൻ ഭഗവത് അനുഗ്രഹത്താൽ അസ്കിനി എന്ന ഭാര്യയിൽ പ്രജാസൃഷ്ടി നടത്തേണ്ടായി. പ്രജേതസ്സുകൾ പുത്രനായ ദക്ഷനെ തങ്ങളുടെ രാജ്യഭാരം ഏൽപ്പിച്ച് പശ്ചിമ സമുദ്ര തീരത്തെ പിന്നീട് പ്രാപിച്ചു. അവിടെ വെച്ചവർ ശ്രീ നാരദമുനിയെ കണ്ടുമുട്ടി അദ്ദേഹത്തിൽ നിന്നും ഭഗവാന്റെ ആ മഹിമാതിശയത്തെയും ആ ഭഗവത് ലീലകളെയും പറ്റി കേട്ടു. നാരദമുനി സ്വസ്ഥാനത്തേക്ക് പോയ ശേഷം അവരെന്തു ചെയ്തു? ഭഗവത് ധ്യാന നിരതരായി പിന്നീട് മുക്തിയെ പ്രാപിച്ചു.
പ്രചേതസ്സുകളുടെ വളരെ ചുരുക്കത്തിലുള്ള കഥയാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം.